എന്തേ? ഓ, വലിയ വീടാണല്ലോ. ആ അതെ. വീട് മാത്രമല്ല, ഇവന്റെ പപ്പയും വലിയ പുള്ളിയാ. ഓ, അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട് തന്നെ സെലക്ട് ചെയ്തത്. ഇത്രയും സേഫായ ഒരു സ്ഥലം ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടും. വാവ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. പൊളി വീട്. ഞാനും ആദ്യമായിട്ട് ഇതിനകത്ത് കയറുന്നത്. ഇവന്റെ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ടേ ഈ വീട്ടിൽ കയറിയ കാലടിച്ചൊടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇരിക്കാനൊന്നും സമയമില്ല. ക്രിസ്റ്റിയുടെ ബർത്ത്ഡേ നമുക്ക് അത് ഉറപ്പായിട്ട് അടിച്ചു പൊളിക്കണം. എന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യത്തിന് സഹായിച്ച ആളാ. ഇന്നത്തെ മുഴുവൻ ചെലവ് എന്റെ വക. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. ഈ ബർത്ത്ഡേക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അതൊന്നും പറ്റില്ല. ക്രിസ്റ്റിയുടെ ബർത്ത്ഡേ നമുക്ക് സ്പെഷ്യൽ ആക്കണം. അതെ, ഈ ദിവസം ക്രിസ്റ്റി എന്നും ഓർത്തിരിക്കണം. ഓർത്തിരിക്കുന്നോണ്ടാണല്ലോ എല്ലാ കൊല്ലം ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, അല്ലടാ? ഇക്ക നല്ല പാചകക്കാരനെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ പോരെ? പിന്നെന്താ, എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ചിക്കന്റെ വെറൈറ്റി ഐറ്റംസ്. എന്താ, കഴിക്കില്ലേ? പിന്നെ കഴിക്കാതെ? അല്ല, ഈ ചിക്കൻ്റെ കൂടെ ടച്ചിങ്സ് ഒന്നും വേണ്ടേ? ടച്ചിങ്സോ? അല്ല, ഈ ടച്ചിങ്സ് അതില്ലേ പിന്നെന്താ ആഘോഷം? ആയിക്കോട്ടെ, പക്ഷെ ക്രിസ്റ്റി സമ്മതിക്കണം. പിന്നെ ഒരു കേക്ക് മേടിക്കണം, ഇല്ലേ അളിയൻ വഴക്കിടും. അവനെ കൊണ്ട് അതൊക്കെ പറ്റൂ. ഓക്കെ, എന്നാ ഞാൻ പോയി എല്ലാം മേടിച്ചിട്ട് വരാം. നീയും കൂടെ ചെല്ലടാ. നിനക്ക് പോയ അതെ, അല്ലെങ്കിൽ തന്നെ ആരും എന്റെ കൂടെ വരണ്ട. സിംഗിൾ സീറ്റർ ബൈക്കാ. പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങൾ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കും. സ്റ്റെല്ല, ഞാൻ പോയിട്ട് വരാം. നീ ഇവരെ ബോറടിപ്പിക്കാതെ നോക്കണം കേട്ടോ. എന്തടി തുള്ളി തുള്ളി പോണത്? നിർത്ത് മതി മതി. അതെ, ചേഞ്ച് കയ്യിലില്ലേ? ഇതേതാണ് മാറണം? നിന്റെ കയ്യിലില്ലേ? ഇല്ല. എത്രയാണ്? ഇത് ഷേർലി ആന്റിയാ. ഇവരൊക്കെ എന്താ ഇവിടെ കാര്യം? പപ്പയുടെ ബ്രദറും വൈഫും. അത് എങ്ങനെയാലും പറഞ്ഞുവിടാൻ നോക്ക്, വീട്ടിൽ കയറ്റണ്ട. ഇത് എവിടെ കൊടുത്ത ആരെടുക്കും? സാറേ, ഈ 10 നോട്ട് എന്റെ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ UPI വഴി മൊബൈൽ സെൻഡ് ചെയ്യേ. നീ UPയുടെയും മധ്യപ്രദേശിന്റെയും കാര്യമൊന്നും പറയണ്ട. നീ കേരളത്തിലെ കാര്യം പറയും. വേറെ ചേഞ്ച് ഒന്നുമില്ലേ? ശരിക്കും നോക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാശം. പപ്പയില്ലാത്തോണ്ട് ഇപ്പോഴൊന്നും പോവാനും വഴിയില്ല. കുട്ടി എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് പോ. എന്തായി പറയുന്ന? ഞാൻ ഏതെങ്കിലും മുറിയിൽ ഒളിച്ചോളാം. ഏത് മുറിയില്? അതെന്നോടാണോ ചോദിക്കുന്നത്? ഏതാ ക്രിസ്റ്റിയുടെ ബെഡ്റൂം? ഞാൻ അവിടെ ഇരുന്നോളാം. നീയൊക്കെ എന്തിനാണ് ടാക്സിക്കാരനെന്ന് പറഞ്ഞ് നടക്കുന്നത്? കയ്യിൽ 10 രൂപ ഇല്ലാത്ത ദരിദ്രം. സാറേ, 10 അത് കൊടുത്തേക്ക്. ഇത് വെച്ചു. ഈടെ പൊട്ടത് 50 അല്ലേ? ഞാൻ 40 സഹിച്ചു. തന്നെ പോലെ എച്ചിയല്ല ഞാൻ. അത്ര വലിയ വാശിക്കാരാണെങ്കിൽ പൈസ എന്റെ അടുത്തിരുന്നോട്ടെ. എന്താ വിളിച്ചേ? എന്റെ ഭർത്താവിനെ എച്ചിന്നാ? തന്നോട് നിന്നേ. ഒരു നോട്ട് മതി മതി. വാ, ഇങ്ങോട്ട് വാ. ആ ബാത്റൂമിൽ കയറിക്കോ. എന്തിനാ? ഞാൻ ഇവിടെ ഇരുന്നോളാം. വാതിലടച്ചാ മതി. വാതിലൊക്കെ അടച്ചു കിടപ്പുണ്ടല്ലോ. ആള് നല്ല ഉറക്കായിരിക്കും, ഒറ്റയ്ക്കല്ലേ? എന്നാ എന്റെ ഉറക്കം കളഞ്ഞിട്ടെന്നെ കാര്യം. അങ്ങനെ വിട്ടാ പറ്റില്ല. അകത്തേക്ക് കയറ്. ക്രിസ്റ്റി പേടിക്കണ്ടെന്നേ, ഞാൻ ഇവിടെ നിന്നോളാം. ക്രിസ്റ്റി ധൈര്യമായിട്ട് ചെല്ലേ. ക്രിസ്റ്റി, നല്ല മുറി. ഇത് ക്രിസ്റ്റിയുടെ ബെഡ്റൂം ആണോ? മുറി തന്നെ ഇരിക്കണം, പുറത്തേക്കൊന്നും വരരുത്. കർത്താവേ, കാത്തോണേ.